11ാമത്തെ ചോദ്യം. We dash in Norway for nearly 25 years until we moved to Scotland 2 years ago. For nearly 25 years എന്ന ടൈം എക്സ്പ്രഷൻ ഉള്ളത് കൊണ്ട് നമുക്കറിയാം ഇവിടെ ഉപയോഗിക്കേണ്ടത് പെർഫെക്റ്റ് ടെൻസ് ആണ്. സാധാരണയിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പക്ഷെ ഇതിൻ്റെ കൂടെ മറ്റൊരു സെൻറ്റൻസ് കൂടി വന്നിട്ടുണ്ട്. വി ഡാഷ് ഇൻ നോർവേ ഫോർ നിയർലി 25 ഇയേഴ്സ് എന്ന് മാത്രമാണെങ്കിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ അണ്ടിൽ വി മൂവ്ഡ് ടു സ്കോട്ട്ലൻഡ് 2 years ago എന്നൊരു സെന്റൻസ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 വർഷം മുമ്പ് സ്കോട്ട്ലൻഡിലേക്ക് താമസം മാറ്റുന്നത് വരെ, സ്കോട്ട്ലൻഡിലേക്ക് വീട് മാറുന്നത് വരെ അല്ലെങ്കിൽ താമസം മാറ്റുന്നത് വരെ 25 വർഷമായി നോർവേയിൽ താമസിക്കുകയായിരുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ മൂവ്ഡ് എന്നത് കാണിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, അതായത് പാസ്റ്റ് ടൈമിനെയാണ്. അതുപോലെ 2 years ago എന്നത് കാണിക്കുന്നത് പാസ്റ്റ് ടൈമിനെയാണ്. 2 years ago എന്ന് വന്നതുകൊണ്ട് അവിടെ നമ്മൾ മൂവ്ഡ് എന്ന് ഉപയോഗിക്കുക തന്നെ വേണം. അത് പാസ്റ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ തൊട്ടിപ്പുറം നമ്മൾ ഫസ്റ്റ് സെന്റൻസും പാസ്റ്റിലാണ് വരേണ്ടത്. അപ്പോൾ ഹാവ് ബീൻ ലിവിങ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, ഹാസ് ബീൻ ലിവിങ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇത് രണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. പാസ്റ്റിൽ വരുന്നത് വേർ ലിവിങ്ങും ഹാഡ് ബീൻ ലിവിങ്ങും ആണ്. ഫോർ നിയർലി 25 ഇയേഴ്സ് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? വേർ ലിവിങ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇത് ടൈം എക്സ്പ്രഷൻ ആണ്. ഫോറും സിൻസുമുള്ള ടൈം എക്സ്പ്രഷനിൽ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കണം. അത് പ്രസന്റ് വേണോ, പാസ്റ്റ് വേണോ, ഫ്യൂച്ചർ വേണോ, അല്ല കണ്ടിന്യൂസ് വേണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ആ സെന്റൻസിന്റെ ഘടന നോക്കിയിട്ടാണ്. ഇവിടെ നമുക്ക് ഫോർ നിയർലി 25 ഇയേഴ്സ് ഉള്ളത് കൊണ്ട് ഹാഡ് ബീൻ ലിവിങ് മാത്രമേ എടുക്കാൻ പറ്റൂ. അതാണ് പാസ്റ്റിലുള്ളത്. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ഉള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് 11ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ. 12ാമത്തെ ചോദ്യത്തിൽ നോക്കുമ്പോൾ ബൈ ദ ടൈം ഐ ഗ്രാജുവേറ്റ് ഫ്രം സ്കൂൾ നെക്സ്റ്റ് ഇയർ ഐ ഡാഷ് ഹിയർ ഫോർ 5 years. ബൈ ദ ടൈം ഐ ഗ്രാജുവേറ്റ് ഫ്രം സ്കൂൾ നെക്സ്റ്റ് ഇയർ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്കൂൾ പഠനം പൂർത്തിയാക്കിയിട്ട് അടുത്ത വർഷം പുറത്തിറങ്ങുന്ന സമയം എന്ന് പറയുന്നത് പുറത്തിറങ്ങുമ്പോൾ, ബൈ ദ ടൈം എന്ന് പറഞ്ഞാൽ വെന്ന് എന്നുള്ള അർത്ഥത്തിലാണ് ബൈ നോക്കുന്നത്. ഐ ഡാഷ് ഇയർ ഫോർ 5 years. ഫോർ 5 years ശ്രദ്ധിക്കുക. ഫോർ 5 years ഒരു ടൈം എക്സ്പ്രഷൻ ആണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഫോർ 5 yearsഉം അല്ലെങ്കിൽ സിൻസ് വെച്ചിട്ടുള്ള ഒരു സെന്റൻസ് ആയാലും ശരി, അല്ലെങ്കിൽ ഒരു വർഷമോ മറ്റോ തുടക്കകാലം കാണിച്ചാലും. ഇപ്പൊ സിൻസ് ഐ ലെഫ്റ്റ് സ്കൂൾ എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ സിൻസ് 1975 എന്ന് പറഞ്ഞാലും ഒക്കെ ഒരു ടൈം എക്സ്പ്രഷൻ ആണ്. അതുപോലെ ഫോർ വെച്ചിട്ടുള്ള പീരീഡ് ഓഫ് ടൈം കാണിച്ചാലും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പെർഫെക്റ്റ് ടെൻസ് സിയിലും ഡിയിലും ഇല്ല. പെർഫെക്റ്റ് ടെൻസ് സിയിലും ഡിയിലെങ്കിൽ നമുക്ക് അതിനെ ഒഴിവാക്കാമല്ലോ. പിന്നെ പെർഫെക്റ്റ് ടെൻസ് ഉള്ളത് ഏതിലാണ്? എയിലും ബിയിലും ഉണ്ട്. വുഡ് ഹാവ് ബീൻ ലിവിങ്, വിൽ ഹാവ് ബീൻ ലിവിങ്. അപ്പൊ ഇതിൽ ഏതെടുക്കണമെന്നാണ് നോക്കേണ്ടത്. നെക്സ്റ്റ് ഇയർ ആണ്, അടുത്ത വർഷത്തെ കാര്യമാണ് പറയുന്നത്. അടുത്ത വർഷത്തെ കാര്യം കാണിക്കുമ്പോൾ ഫ്യൂച്ചർ. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? വുഡാണോ വില്ലാണോ ഫ്യൂച്ചറിനെ കാണിക്കുക ഉപയോഗിക്കുക? വില്ലാണ്. അപ്പോൾ ഇവിടെ വരുന്ന കറക്റ്റ് ആൻസർ വിൽ ഹാവ് ബീൻ ലിവിങ് എന്നതായിരിക്കും. By the time I graduate from school next year, I will have been living here for 5 years. ഇതാണ് എൻ്റെ ആൻസർ. 13ാമത്തെ ചോദ്യം. After I dash my old house, I dash looking for a new one to buy. After I dash my old house. ആദ്യത്തെ വേർബ് സോൾഡിലാണ് വരുന്നത്.
അതായത് വെക്കുക. ഞാൻ എൻ്റെ വീട് വിറ്റ ശേഷം എന്താ ചെയ്യുന്നത്? ഐ ഡാഷ് ലുക്കിംഗ് ഫോർ എ ന്യൂ വൺ ടു ബൈ. ഒരു പുതിയ വീട് വാങ്ങാൻ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഓപ്ഷൻ എ എടുക്കുമ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഓപ്ഷൻ എങ്ങനെയാ മാറി, ഓപ്ഷൻ നമ്മൾ എങ്ങനെയാ എലിമിനേറ്റ് ചെയ്യുന്നു ഓരോ ഉത്തരത്തെ. ഹാവ് സോൾഡും സ്റ്റാർട്ടഡും തമ്മിലെടുത്താൽ പൊരുത്തപ്പെടില്ല. ഹാവ് സോൾഡ് പ്രസന്റ് പെർഫെക്റ്റ് ആണ്, സ്റ്റാർട്ടഡ് സിമ്പിൾ പാസ്റ്റ് ആണ്. സാധാരണഗതിയിൽ പ്രസന്റും പാസ്റ്റും യുദ്ധം ചെയ്യുന്ന സാധനങ്ങളാണ്, അവ തമ്മിൽ പൊരുത്തപ്പെടില്ല. ചില സമയത്ത് മാത്രമേ ഇവ തമ്മിൽ ഒരു സന്ധിയിലെത്താറുള്ളൂ. മിക്ക സമയത്ത് ഇവ തമ്മിൽ യുദ്ധമാണ്. അതുകൊണ്ട് ഹാവ് പ്രസന്റ് ആണ്, സ്റ്റാർട്ടഡോ പാസ്റ്റ് ആണ്, ശരിയാവില്ല. ഒഴിവാക്കി കളയാം, അങ്ങോട്ട് ഒഴിവാക്കാം. പിന്നെയുള്ള ഹാഡ് സോൾഡ് സ്റ്റാർട്ടഡ് രണ്ടും പാസ്റ്റ് ആണ്. സോൾഡ് ഹാഡ് സ്റ്റാർട്ടഡ് രണ്ടും പാസ്റ്റ് ആണ്. ഹാഡ് സോൾഡ് ഹാഡ് സ്റ്റാർട്ടഡ് രണ്ടും പാസ്റ്റ് ആണ്. ടെൻസിന്റെ പേരിൽ വ്യത്യാസം വരുന്നേ ഉള്ളൂ. ഇതിലേതെടുക്കണം? രണ്ട് ഹാഡ് പ്ലസ് V3 സാധാരണ ഒരു സെന്റൻസിൽ വരാറില്ല. രണ്ട് സെന്റൻസ് കൂടിയിട്ടുള്ള ഒരു സെന്റൻസ്, അതായത് കോംപ്ലക്സ് സെന്റൻസിൽ സാധാരണ ഇതിൽ ആഡ് പ്ലസ് V3 എന്നത് ഒരു ഭാഗത്തേ ഉണ്ടാവും, രണ്ട് ഭാഗത്ത് ഉണ്ടാകാറില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഡി എ ഒഴിവാക്കുന്നു. പിന്നെ സോൾഡ് ഹാഡ് സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ ഹാഡ് സോൾഡ് സ്റ്റാർട്ടഡ്, ഇവ തമ്മിൽ എന്താ വ്യത്യാസം വരുന്നത്? രണ്ട് സെന്റൻസ് അടങ്ങുന്ന ഒരു കോംപ്ലക്സ് സെന്റൻസിലെ ഏത് സെന്റൻസ് ആണോ ആദ്യം നടന്ന സംഭവം പറയുന്നത്, ആ സംഭവത്തിലാണ് ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്തെ സംഭവത്തിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കണം? V2 ഉപയോഗിക്കണം, അതായത് സിമ്പിൾ പാസ്റ്റ്. ഇവിടെ സംഭവം നോക്കുക. ആഫ്റ്റർ ഐ ഡാഷ് മൈ ഓൾഡ് ഹൗസ്, ഞാൻ എൻ്റെ പഴയ വീട് വിറ്റ ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഐ ഡാഷ് ലുക്കിംഗ് ഫോർ എ ന്യൂ വൺ ടു ബൈ, പുതിയ വീട് വാങ്ങാൻ നോക്കുന്നത്. അപ്പൊ ആദ്യത്തെ സംഭവം എന്താ? വീട് വിൽക്കലല്ലേ. വീട് വിറ്റാലല്ലേ പുതിയ നോക്കാൻ പറ്റൂ. അതുകൊണ്ട് ആദ്യത്തിലാണ് ഹാഡ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഹാഡ് സോൾഡ് സ്റ്റാർട്ടഡ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആഫ്റ്റർ ഐ സോൾഡ് മൈ ഓൾഡ് ഹൗസ് ഐ ഹാഡ് സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ എ ന്യൂ വൺ ടു ബൈ എന്ന് പറയാൻ പാടില്ല. അപ്പം ആദ്യം നടക്കുന്ന സംഭവം എന്താവും? വീട് വിൽക്കലാവും, വീടിന് വേണ്ടി അന്വേഷിക്കലാവും. അതല്ലല്ലോ നടക്കുന്നത്. അപ്പോൾ ആ കാര്യം ഓർമ്മിക്കാം. അപ്പൊ ആഫ്റ്റർ ഐ ഹാഡ് സോൾഡ് മൈ ഓൾഡ് ഹൗസ് ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ എ ന്യൂ വൺ ടു ബൈ. ഇതാണ് കറക്റ്റ് ആൻസർ ഇത് വരുന്നത്. 14ാമത്തെ ചോദ്യം, ആൻ ഡാഷ് അറ്റ് ദ എയർപോർട്ട് ഐൽ ഗോ ആൻഡ് മീറ്റ് ഹർ. ഐൽ ഗോ ആൻഡ് മീറ്റ് ഹർ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ആണല്ലോ, ഫ്യൂച്ചറാണ്. അപ്പം ഫ്യൂച്ചർ ആണെങ്കിൽ നമ്മളിപ്പോൾ എന്ത് വേണ്ട? പാസ്റ്റ് വേണ്ട. പാസ്റ്റും പ്രസന്റും എന്നതുപോലെ തന്നെ പാസ്റ്റും ഫ്യൂച്ചറും സാധാരണ അതിൽ യോജിക്കാറില്ല. പാസ്റ്റും യോജിക്കും, അതുപോലെ പ്രസന്റും യോജിക്കും, പ്രസന്റും ഫ്യൂച്ചറും യോജിക്കും, ഫ്യൂച്ചറും യോജിക്കും. ഇതൊക്കെ യോജിക്കും. എന്തായാലും ഇവിടെ പാസ്റ്റ് വേണ്ട. ഐ വിൽ ഗോ എന്ന് പറയുമ്പോൾ, ഐ വിൽ ഗോ ആൻഡ് മീറ്റ് ഹർ എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചറാണ്, വരാനിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ പാസ്റ്റ് ഒഴിവാക്കും. ആഡ് ജസ്റ്റ് അറൈവ്ഡിനെ ഒഴിവാക്കുന്നു. ജസ്റ്റ് അറൈവ്ഡും പാസ്റ്റാണ്, ഒഴിവാക്കണം. മാത്രമല്ല ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ ജസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കില്ല. അറൈവ്ഡ് സിമ്പിൾ പാസ്റ്റ് ആണല്ലോ, വേർബിന്റെ രണ്ടാമത്തെ ഫോം ആണല്ലോ. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ജസ്റ്റ് പ്ലസ് V2 ഉപയോഗിക്കാറില്ല.
അർത്ഥമൊക്കെ കിട്ടുമെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ അമേരിക്കൻ ഇംഗ്ലീഷിൽ ജസ്റ്റ് അറൈവ്ഡ് എന്ന് പറയാറുണ്ട്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് ടെൻസിലാണ് എന്ത് ഉപയോഗിക്കേണ്ടത്? ജസ്റ്റ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് അല്ലെങ്കിലും ഇവിടെ എന്താണ് അറൈവ്ഡിന് ആവശ്യമില്ല, അത് പാസ്റ്റ് ആയി പോയി. നമ്മൾ ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ഹാസ് ജസ്റ്റ് അറൈവ്ഡും ഹാസ് ബീൻ ജസ്റ്റ് അറൈവിങ്ങും ആണ്. എത്തുക എന്നതിനെ എത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അത് സാധാരണ നമ്മൾ പറയാറില്ലെങ്കിൽ ഇവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇവിടെ നമ്മൾ ഈ സാധാരണ അതിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഫോർ ഓർ സിൻസ് ഉണ്ടാവും. ഇവിടെ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഹാസ് ബീൻ ജസ്റ്റ് അറൈവ്ഡ് ഒന്നും വേണ്ട. ആൻ എയർപോർട്ടിൽ ഇപ്പം എത്തിയതേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് പോകാം എന്നാണ് പറയുന്നത്. അവളെ കാണാൻ ഞാൻ അങ്ങോട്ട് പോകാം എന്ന് പറയുമ്പോൾ ഞാൻ അവളെ പോയിട്ട് ഞാൻ കൂട്ടി വരാം എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ട് ഹാസ് ജസ്റ്റ് അറൈവ്ഡ് ആണ് കറക്റ്റ് ആൻസർ. ജസ്റ്റ് നമുക്ക് ഹാസിന്റെ കൂടെയും ഹാവിന്റെ കൂടെയും ഹാഡിന്റെ കൂടെയും ഉപയോഗിക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ഒന്നും ജസ്റ്റ് സാധാരണ ഉപയോഗിക്കാറില്ല. 15ാമത്തെ ചോദ്യം, ഷീ ലെഫ്റ്റ് an hour ago and dash back at. She left an hour ago. 1 മണിക്കൂർ മുമ്പാണ് അവൾ പോയത്. ആൻഡ് ഡാഷ് ബാക്ക് അറ്റ്, ഇനിയും അവൾ തിരിച്ചു വന്നിട്ടില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, 1 മണിക്കൂർ മുമ്പ് പോയി, എന്നിട്ടോ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. ഇനിയും എന്ന് പറയുമ്പോൾ ഇതുവരെയും എന്നാണ്. എറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇതുവരെയും എന്നാണ്. ഈ ഇതുവരെയും എന്ന് പറയുമ്പോൾ പറയുന്ന സമയം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. പറയുന്ന സമയം എന്ന് പറയുമ്പോൾ പ്രസന്റ് ടൈമാണ്. അതുകൊണ്ട് പ്രസന്റ് ടൈം കൂടി ഉൾപ്പെടുത്തി പറയുന്നത് കൊണ്ട് നമുക്കിവിടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ പഠിച്ച കാര്യമാണ്, അതായത് ജസ്റ്റ്, JUST ജസ്റ്റ്, YET at, SOFAR so far, until now. വെറും നൗ അല്ല, വെറും നൗ എന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. until now അല്ലെങ്കിൽ up to now, UPTO, up to now, NOW. അതുപോലെ തന്നെ ഓൾറെഡി ഉണ്ട്, ലേറ്റ്ലി, LATELY, ഓൾറെഡി സ്പെല്ലിങ് ALREADY, ലേറ്റ്ലി, റീസെന്റ്ലി, RECENTLY. ഇത്തരം വാക്കുകൾ കണ്ടാൽ അവയുടെ കൂടെ പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. സാധാരണ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ല, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മളിവിടെ എറ്റിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഹാഡിന്റെ കം എന്നത് പാസ്റ്റ് ആണ്. പാസ്റ്റിലല്ല പറയുന്നത്. 1 മണിക്കൂർ മുമ്പ് വീട് വിട്ടു പോയാൽ അല്ലെങ്കിൽ ഓഫീസ് വിട്ടു പോയാൽ അവള് ഇനിയും ഇവിടെ തിരിച്ചെത്തിയിട്ടില്ല എന്നാ പറയുന്നത്. അപ്പോൾ പറയുന്ന സമയം ഉൾപ്പെടുന്നുണ്ട്, ഇനിയും. അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കുന്നില്ല? ഹാഡിന്റെ കം എന്ന് ഉപയോഗിക്കേണ്ടതില്ല, ഡിഡിന്റെ കം എന്ന് ഉപയോഗിക്കേണ്ടതില്ല. കാരണം ഡിഡിന്റെ സിമ്പിൾ പാസ്റ്റിൽ വരുന്നതാണ്, പറ്റില്ല പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ്. പിന്നെ ഹാസിന്റെ കമ്മ് ഹാവിന്റെ കമ്മ് ഇതിലൊന്നാണ് ഉപയോഗിക്കേണ്ടത്. ഷീയാണ് സബ്ജക്റ്റ് എന്നതുകൊണ്ട് ഹാവിന്റെ കം ഉപയോഗിക്കാൻ പറ്റില്ല. ഹാവ് പ്ലൂറലാണ്, അതിന്റെ സിംഗുലർ വേർബ് ഹാസ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഹാസിന്റെ കമ്മാണ് ശരിയായിട്ട് വരുന്നത്. ഷീ ലെഫ്റ്റ് an hour ago and hasn't come back yet. 16ാമത്തെ ചോദ്യം, it may rain soon. It may rain soon.
മഴ ഉടനെ പെയ്തേക്കാം എന്ന് ലുക്കാണ് വേർഡ്. ലുക്കിനിടെ നോക്കുക എന്നല്ല അർത്ഥം, തോന്നുക എന്നാണ്. അവിടെ മേ എന്നൊരു പ്രയോഗമുണ്ട്. അത് പ്രസന്റ് ഫോമാണ്. മേയുടെ പാസ്റ്റ് ഫോം മൈറ്റാണ്. പ്രസന്റ് ഫോം ആയതുകൊണ്ട് ഈ ലുക്ക് പ്രസന്റ് ഫോമിൽ വരണം. അതുകൊണ്ട് ലുക്ക്ഡും വാസ് ലുക്കിംഗ് ഒന്നും നമുക്ക് ആവശ്യമില്ല, അതൊക്കെ പാസ്റ്റാണ്. ലുക്ക്ഡ് ഉപയോഗിക്കുകയാണെങ്കിൽ മേ മൈറ്റായിട്ട് വരണം. ഇവിടെ മേ ആണുള്ളത്, മേ പ്രസന്റ് ആണ്, പാസ്റ്റ് അല്ല. അതിന്റെ പാസ്റ്റ് മൈറ്റ് വന്നിരുന്നെങ്കിൽ ലുക്ക്ഡ് വെക്കാം. അതുകൊണ്ട് ലുക്ക്ഡ് എന്ന പാസ്റ്റും വാസ് ലുക്കിംഗ് എന്ന പാസ്റ്റും ഒഴിവാക്കുക. ഈസ് ലുക്കിങ്ങും ലുക്സുമാണ് പ്രസന്റിലുള്ളത്. ഇവയിൽ നമ്മൾ ഏതെടുക്കണമെന്നാണ്. ലുക്കിന് നോക്കുക എന്ന അർത്ഥമാണെങ്കിൽ ആ അർത്ഥത്തിൽ നമുക്ക് അതൊരു പ്രവൃത്തിയാണ്, നമുക്ക് അങ്ങനെ ചെയ്യും. ആ പ്രവൃത്തി കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കും. എന്നാൽ ലുക്കിന് തോന്നുക എന്ന അർത്ഥം വരുമ്പോൾ ലുക്ക് മാത്രമല്ല, തോന്നുക എന്ന അർത്ഥത്തിൽ വരുന്ന തിങ്ക് ആയാലും സീം ആയാലും അങ്ങനെ ഏത് വേർഡായാലും തോന്നുക എന്നത് ഒരു പ്രവൃത്തിയായിട്ട് കണക്കൂട്ടുന്നില്ല. മാത്രമല്ല, നമ്മുടെ മനസ്സിലൊരു കാര്യം തോന്നിയാൽ നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. ആ തോന്നല് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് സാധാരണഗതിയിൽ തോന്നുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും തന്നെ ഇംഗ്ലീഷിൽ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഈസ് ലുക്കിംഗ് തെറ്റും, ലുക്സ് ആണ് കറക്റ്റ്. ഇറ്റ് ലുക്സ്, ഇറ്റ് മേ റെയിൻ സൂൺ. 17ാമത്തെ ചോദ്യം, ഐ ഡോണ്ട് തിങ്ക് വി ഡാഷ് 2 years ago. 2 years ago എന്നുണ്ട്. അത് പാസ്റ്റിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ വേർബ് പാസ്റ്റിൽ വരണം. ഹാവ് മെറ്റ് പ്രസന്റ് ആണ്, ഒഴിവാക്കണം. വിൽ മീറ്റ് ഫ്യൂച്ചർ ആണ്, ഒഴിവാക്കണം. ഹാഡ് മെറ്റുമാണ് പാസ്റ്റിൽ വരുന്നത്. പക്ഷെ ഇവിടെ ഹാഡ് മെറ്റ് ഉപയോഗിക്കരുത്. ഐ ഡോണ്ട് തിങ്ക് എന്നാണത്, പ്രസന്റിലാണ് അത് വന്നിട്ടുള്ളത്. ഇപ്പുറത്തെ സെൻസിലാണ് എഗോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ വി ഡാഷ് 2 years ago എന്നിടത്ത് മെറ്റ് ഉപയോഗിച്ചാൽ മതി. അവിടെ ഐ ഡിഡിന്റ് തിങ്ക് എന്നാണെങ്കിൽ പാസ്റ്റ് ഹാഡ് മെറ്റ് ഉപയോഗിക്കുമ്പോൾ പ്രശ്നമാവുന്നില്ല. പക്ഷെ ഇവിടെ ഐ ഡോണ്ട് തിങ്ക് എന്നാണുള്ളത്. അതുകൊണ്ട് ഹാഡ് മെറ്റ് ഉപയോഗിക്കരുത്, മെറ്റ് ഉപയോഗിക്കുക. 18ാമത് ചോദ്യം, ഐ വിൽ ഗോ ഹോം ആഫ്റ്റർ ഐ ഡാഷ് മൈ വർക്ക്. ഞാൻ എൻ്റെ വർക്ക്, ഇവിടെ വേർഡ് കംപ്ലീറ്റ് ആണ്, പൂർത്തിയാക്കിയതിനു ശേഷം വീട്ടിലേക്ക് പോകും. അപ്പൊ ഐ വിൽ ഗോ എന്നത് ഫ്യൂച്ചർ ആണ്. അതുകൊണ്ട് നമുക്ക് ആഫ്റ്റർ ഐ ഡാഷ് മൈ വർക്ക് ഫ്യൂച്ചറിനെ ഉദ്ദേശിച്ചാണല്ലോ പറയുന്നത്. അവിടെ പാസ്റ്റ് പറ്റില്ല. അപ്പൊ കംപ്ലീറ്റഡ് എന്നുള്ള പാസ്റ്റ് ടെൻസ് യോജിക്കില്ല, ഹാഡ് കംപ്ലീറ്റഡ് എന്നുള്ള പാസ്റ്റ് ടെൻസും യോജിക്കില്ല. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കിയതിന് ശേഷം വീട്ടിൽ പോകും എന്നാണ് പറയുക. ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കുന്നതിന് ശേഷം വീട്ടിൽ പോകുന്ന സാധാരണ നമ്മൾ പറയാറില്ലല്ലോ. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെ പറയരുത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കിയ ശേഷം പോകും എന്ന് പറയരുത്. പൂർത്തിയാക്കി എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തെ കാണിക്കുന്നതാണ്. നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോകണം. അപ്പോൾ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യണം? പാസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. അത് പൊതുവായ നിയമമാണല്ലോ. ഇവിടെ വില്ല് ഫ്യൂച്ചർ ആണ്, ഫ്യൂച്ചറിന്റെ കൂടെ പാസ്റ്റ് പൊരുത്തപ്പെടില്ല. കംപ്ലീറ്റഡും പറ്റില്ല, ആഡ് കംപ്ലീറ്റഡും പറ്റില്ല, രണ്ടും പാസ്റ്റ് ആണ്. പിന്നെയുള്ളത് വിൽ കംപ്ലീറ്റ്, ഹാവ് കംപ്ലീറ്റഡ് ആണ്. വിൽ കംപ്ലീറ്റ് ഫ്യൂച്ചർ ആണ്, ഹാവ് കംപ്ലീറ്റഡ് പ്രസന്റ് ആണ്. ഫ്യൂച്ചറും പ്രസന്റ് യോജിക്കും, ഫ്യൂച്ചർ യോജിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ സാധാരണ ഇതിൽ ഫ്യൂച്ചറും യോജിക്കുന്ന സന്ദർഭം കുറവാണ്, വിരളമാണ് എന്ന് പറയാം. രണ്ട് വില്ല് ഒരു സെന്റൻസിൽ നമ്മൾ സാധാരണ കാണാറില്ല. അതുകൊണ്ട് ഈ വിൽ കംപ്ലീറ്റിനെ ഒഴിവാക്കുക. പിന്നെ ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണല്ലോ, അതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അത് മാത്രമല്ല, ഇവിടെ കംപ്ലീറ്റ് എന്നുള്ള സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാം. ഐ വിൽ ഗോ ഹോം ആഫ്റ്റർ ഐ കംപ്ലീറ്റ് മൈ വർക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ വിൽ ഗോ ഹോം ആഫ്റ്റർ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക് എന്നും രണ്ടും പറയാം. ഇവിടെ കംപ്ലീറ്റ് എന്തായാലും കൊടുത്തിട്ടില്ല. അങ്ങനെ രണ്ട് ഓപ്ഷൻ സാധാരണ കൊടുക്കാറില്ല. അബദ്ധത്തിലോ മറ്റോ വന്നു പോകുന്നതാണ്. അപ്പോൾ ഹാവ് കംപ്ലീറ്റഡ് ആണ് കറക്റ്റ് ആൻസർ.
19ാമത്തെ ചോദ്യം, ഇറ്റ് ഈസ് ടൈം യു ഡാഷ് ലേണിംഗ് ഫ്രഞ്ച്, സ്റ്റാർട്ടഡ്, ഹാവ് സ്റ്റാർട്ടഡ്, വിൽ സ്റ്റാർട്ട്. ഇറ്റ് ഈസ് ടൈം പ്രസന്റ് ആയതുകൊണ്ട് തൊട്ടപ്പുറത്ത് പ്രസന്റ് വേണമെന്ന് കരുതിയിട്ട് സ്റ്റാർട്ടെന്നോ ഹാവ് സ്റ്റാർട്ടഡെന്നോ വിൽ സ്റ്റാർട്ട് ഫ്യൂച്ചറോ വെച്ചാൽ തെറ്റും. കറക്റ്റ് ആൻസർ സ്റ്റാർട്ടിഡ് ആണ്. ഇറ്റ് ഈസ് ടൈമിന് ശേഷവും ഐ വിഷിന് ശേഷവും സിൻസിന് ശേഷവും ഐ വുഡ് റേദറിന് ശേഷവും ഇറ്റ് ഈസ് ടൈം, ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് ടൈം, ഐ വിഷ്, ഐ വുഡ് റേദർ, സിൻസ്, ഈ 4 പ്രയോഗങ്ങൾക്ക് ശേഷം വരുന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റിലാണ് ഉപയോഗിക്കേണ്ടത്. അതായത് വേർബിന്റെ 2ാമത്തെ ഫോം ഓർക്കുക. ഇറ്റ് ഈസ് ടൈം യു സ്റ്റാർട്ടഡ് ലേണിംഗ് ഫ്രഞ്ച്. ബി ആണ് കറക്റ്റ് ആൻസർ. സ്റ്റാർട്ടഡ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ടെൻസ് പാസ്റ്റ് ആണെങ്കിലും ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചറാണ് മീനിങ് എന്ന് ഓർക്കുക. Question number 20. A bad carpenter dash with his tools, quarrels, is quarreling, quarreled. ഇങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതില് എ ബാഡ് കാർപ്പൻറ്റർ ഡാഷ് വിത്ത് ഹീസ് ടൂൾസ് എന്നത് ഒരു ചൊല്ലാണ്, ഒരു പ്രോവേബ്. പ്രോവേബ് സാധാരണ ഏത് ടെൻസിലാണ് നമ്മൾ കാണുക എന്ന് വെച്ചാൽ സാധാരണ പ്രസന്റിലാണ് കാണാറ്. അപ്പം ഈ പ്രോവേബിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രസന്റ് ടെൻസ് ആണ്, പ്രസന്റ് സിമ്പിൾ ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ എ ബാഡ് കാർപ്പൻറ്റർ ക്വാറൽസ് വിത്ത് ഹിസ് ടൂൾസ് എന്നാണ് പറയുന്നത്. അപ്പം സാധാരണ ഇതില് വേർ ദർ ഈസ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോവേബ് ഉണ്ട്. അതുപോലെ എ ഫ്രണ്ട് ഇൻ നീഡ് എന്ന് തുടങ്ങുന്ന ഒരു പ്രോവേബ് ഉണ്ട്. അപ്പൊ അത്തരം പ്രോവേബ് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം അത് പ്രസന്റിലാണ്. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ, പ്രസന്റിലാണ് വന്നിട്ടുള്ളത്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ്, പ്രസന്റിലാണ് വന്നിട്ടുള്ളത്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം, അത് പ്രസന്റിലാണ് വന്നിട്ടുള്ളത്. ബിഗിൻസ് എന്നാണ് വരുന്നത്. അപ്പോൾ ഒരു പ്രോവേബ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ആ പ്രോവേബ് പൊതുവെ എടുക്കുമ്പോൾ അത് പ്രസന്റിലാണ്. പല പ്രോവേബ്സും പൊതുവെ വരുന്നത്, എല്ലാ പ്രോവേബ്സും പൊതുവെ വരുന്നത് പ്രസന്റ് ടെൻസിലാണ് എന്നത് കൊണ്ട്. പിന്നെ നമുക്ക് സുപരിചിതമായ വളരെ പ്രശസ്തമായൊരു പഴഞ്ചൊല്ലുണ്ട്, ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. ബൈറ്റ് പ്രസന്റ് അല്ലേ? അപ്പൊ പ്രസന്റിലാണ് സാധാരണ ഇതിൽ പ്രോവേബ്സ് പൊതുവെ കാണുന്നത്. അപ്പൊ എ ബാഡ് കാർപ്പൻറ്റർ ഡാഷ് വിത്ത് ഹിസ് ടൂൾസ് എന്നത് ഒരു പ്രോവേബ് ആണെന്ന് അറിയില്ലെങ്കിലാണ് നമുക്ക് പ്രശ്നം വരാ. ഇതൊരു പ്രോവേബ് ആണ്, അതുകൊണ്ട് ക്വാറൽസ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.